ഗുഡ് മോർണിംഗ്. അപ്പം ഞങ്ങൾക്ക് ഇന്ന് രണ്ടുപേർക്ക് ഓഫാണ്. അമ്പലത്തിൽ പോകാന്ന് വെച്ചു. അതെ, ഭക്തിയാവട്ടെ. ഇന്ന് രണ്ടുപേർക്ക് ഓഫാണ്. ഞങ്ങൾക്ക് ചിങ്ങ ഒന്നിന് അമ്പലത്തിൽ പോകാൻ പറ്റിയില്ല. അപ്പം എന്തായാലും പോയേക്കാന്ന് വിചാരിച്ചു. എൻ്റെ ഒരു കൂട്ടുകാരിയും കൂടി ഉണ്ട്, അവളെ പോയി ഇനിയും പിക്ക് ചെയ്യണം. വെൽക്കം. ഞങ്ങൾ അവിടുന്ന് അമ്പലത്തിലൊക്കെ കയറി തൊഴുത് ഇറങ്ങി. അകത്ത് ഷൂട്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. അതുകൂടാതെ അമ്പലത്തിൽ ഉത്സവമായിരുന്നു. 2-3-4 ദിവസമായിട്ട് അവിടെ ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ഭയങ്കര തിരക്കും കാര്യങ്ങളും ഒക്കെയാണ്. ഉത്സവമായതുകൊണ്ടാവും കുറേ ചിന്തിക്കടകളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളെ അവിടെയൊക്കെ ഒന്ന് കറങ്ങി. എനിക്കൊരു വിഗ്രഹം വാങ്ങണമായിരുന്നു ഗണപതിയുടെ. അപ്പം അത് തപ്പി നടക്കുകയാണ്. ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അവസാനം അങ്ങനെ ഗണപതിയുടെ വിഗ്രഹം കണ്ടുപിടിച്ചു. ഞങ്ങൾ അവിടുന്ന് ഞങ്ങളുടെ വണ്ടിയുടെ കീ ഒക്കെ പൂജിച്ച് വാങ്ങിച്ച് അമ്പലത്തിൽ നിന്ന് അങ്ങനെ ഞങ്ങൾ തൊഴുതൊക്കെ കഴിഞ്ഞിറങ്ങി മസാലദോശ കഴിക്കാൻ വേണ്ടിയുള്ള കടയിൽ കയറി. അമ്പലത്തിന് തൊട്ട് താഴെ തന്നെയാണ് കട. നല്ല അടിപൊളി മസാലദോശ. ഓക്കെ, അങ്ങനെ നമ്മൾ അമ്പലത്തിൽ വന്ന് വണ്ടിയുടെ കീ ഒക്കെ പൂജിച്ച് ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. ബാക്ക് ടു ഹോം. അമ്പലത്തിൽ ഇന്നെന്തോ പൂജയൊക്കെ ആയിരുന്നു. നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ഞങ്ങൾ പോവുകയാണ്. വളരെ ഹാപ്പിയാണ്. സീത പറയണത് സീതയുടെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കാൻ എല്ലാരും ഹാപ്പി. അപ്പം ഞങ്ങളുടെ വീഡിയോ ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാണ്. അമ്പലം ബ്ലോഗ് അങ്ങനെ ഞങ്ങൾ കഴിഞ്ഞു. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ. സീതയുടെ ബൈ.